ഇത് ഈ ആക്ഷേപം പറഞ്ഞ വ്യക്തിയായി കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം. ഇത് MP തന്നെ നേരിട്ട് അവരെ ഇറക്കുമതി ചെയ്തതാണ്. യാതൊരു മാറ്റവുമില്ല. 2 മണിക്കൂറായിട്ട് ഇവിടെ വന്ന മുഴുവൻ വോട്ടർമാരുടെയും ഇവരെ കുപ്രചരണം ഉണ്ടാക്കി, അവർക്കിടയിൽ സംശയമുണ്ടാക്കി, അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ആളുകൾക്കിടയിൽ. അപ്പോൾ അവർക്ക് തന്നെ ഒരു സംശയം, കുത്തിയാൽ അങ്ങോട്ട് മാറിപ്പോവോ എന്നൊന്ന് പരീക്ഷിച്ചേക്കാം. ആ രീതിയിലുള്ള തന്നെ ഒരുപാട് വോട്ടുകൾ ഇവിടെ മറിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞല്ലോ, റിട്ടേണിംഗ് ഓഫീസർ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് അത് നിയമപരമായിട്ട് തന്നെ അത് അന്വേഷിക്കാമല്ലോ. അവരെന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? അവർക്ക് പരാതിയില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. 2 മണിക്കൂർ കഴിയുമ്പോൾ അവർക്ക് പരാതിയില്ല. അപ്പോൾ ഇതിനകത്തിലുണ്ടായ ഗൂഢാലോചന എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇത് കോൺഗ്രസിന്റെ ഒരു തെറ്റായ നയമാണ്. അവർ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പരിശോധിച്ചിരുന്നോ? മിഷൻ റിട്ടേണിംഗ് ഓഫീസറാണ് പരിശോധിക്കേണ്ടത്. 2 വ്യവസ്ഥകളാണ് അദ്ദേഹം പറഞ്ഞത്. ആ വ്യവസ്ഥ 2 അവർക്ക് തയ്യാറല്ല. മിഷൻ പരിശോധിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതിൽ അവർ പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, ഈ മിഷനിൽ അതിന് ശേഷം ചെയ്ത വോട്ടുകൾ അത് കൃത്യമായി തന്നെ വീഴുന്നുണ്ടായിരുന്നു എന്നാണ്. അതിന് തൊട്ട് മുമ്പും വീഴുന്നുണ്ട്, അത് പിമ്പും വീഴുന്നുണ്ട്. അന്നേരം മാത്രമാണ് മാറുന്നത്. ആ വ്യക്തിക്ക് മാത്രമായിട്ടാണ് മാറുന്നത്. അതിനുശേഷവും അതിന് മുമ്പും എല്ലാം കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ ഓരോ വോട്ട് കഴിയുമ്പോഴും അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മടങ്ങി പോകാവൂ എന്ന് പറയുന്നുണ്ട്. അവർ അതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് ആ മിഷനിൽ ആ ചിഹ്നം അടക്കം, സ്ഥാനാർത്ഥിയുടെ അടക്കമുള്ള പേര് വരുന്നുണ്ട്, പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മടങ്ങി പോകാവൂന്ന് ഇതിലിരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അതും കൂടാതെ ഇവർ ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി. അബിലാൽ, ഈ പറഞ്ഞ അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ, കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ താമരയ്ക്ക് വോട്ട് പോകുന്നു എന്നുള്ള പരാതി വ്യാജമാണോ? രാവിലെ അങ്ങനെ ഒരു പരാതി കോഴിക്കോട് പറഞ്ഞ് അത് ഇല്ലാത്തതാണെന്ന് തെളിഞ്ഞിരുന്നു. എന്താണ് സംഭവം? മൈലപ്ര സ്വദേശിനിയായ വനിതാ വോട്ടറാണ് ആക്ഷേപം ഉന്നയിച്ചത്. അവർ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വോട്ട് രേഖപ്പെടുത്തുകയും എന്നാൽ VVPAT-ൽ വോട്ട് രേഖപ്പെടുത്തിയത് അനിൽ ആന്റണി താമര ചിഹ്നം എന്നുള്ളതാണ് രേഖപ്പെടുത്തി കണ്ടതെന്നുള്ളതാണ് അവർ ഉയർത്തിയ ആക്ഷേപം. അവർ തുടർന്ന് തന്നെ ഈ വിഷയം ആന്റോ ആന്റണി സ്ഥാനാർത്ഥി അടക്കമുള്ള UDF പ്രതിനിധികളെ അറിയിച്ചു. അങ്ങനെ പ്രതിഷേധം കനക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പത്തനംതിട്ട നഗരത്തിൽ നിന്ന് ഏറെക്കുറെ 3 കിലോമീറ്റർ മാറി SNV UP സ്കൂൾ കുമ്പഴ വടക്ക് ഈ ബൂത്തിലാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ പ്രതിഷേധം UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് തനിക്ക് കിട്ടേണ്ട വോട്ടുകളൊക്കെ തന്നെ, തനിക്ക് പോൾ ചെയ്യേണ്ട വോട്ടുകൾ അനിൽ ആന്റണിയുടെ പേരിൽ രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ആശങ്ക സ്ഥാനാർത്ഥി പങ്കുവെക്കുകയും അങ്ങനെ പ്രതിഷേധം കനക്കുകയുമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ആദ്യഘട്ടത്തിൽ താൻ രേഖപ്പെടുത്തിയ വോട്ട് NDA സ്ഥാനാർത്ഥിക്ക് വീണുവെന്ന് VVPAT-ൽ പറഞ്ഞ വനിതാ സമ്മതിദായക പിന്നീട് പരാതിയില്ല എന്ന് പറഞ്ഞ് മടങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇവർ പറഞ്ഞതിന് മുൻപ് ആരും ഇത്തരം ആക്ഷേപം പറഞ്ഞില്ല. അതിനുശേഷം പോൾ ചെയ്ത വോട്ടുകളുമായി ബന്ധപ്പെട്ടും സമ്മതിദായകരാരും തന്നെ അത്തരത്തിലൊരു ആക്ഷേപം പറയാത്ത സ്ഥിതിക്ക് തൽക്കാലത്തേക്ക് പ്രതിഷേധം ശമിപ്പിച്ചിരിക്കുകയാണ്. തെറ്റായ കാര്യമാണ് എങ്കിൽ വെറുതെ അത്രയും സമയം ആളുകളെ മെനക്കെടുത്തുക എന്നുള്ളത് വളരെ ക്രൂരമായ ഒരു വിനോദമാണ്. എന്തായാലും ഇപ്പോൾ പരാതി ഇല്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല.